ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓംസ് ലോ അതുപോലെ കിർച്ചോഫ് ലോ ആണ്. ഒരു സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എങ്ങനെയാണ് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്നിവ ബാലൻസ് ആയി വരുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ രണ്ട് ലോയും ശരിക്കും പറയുന്നത്. അപ്പോൾ ഒരു അപ്ലൈഡ് വോൾട്ടേജ്, നമ്മളൊരു സർക്യൂട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് എങ്ങനെയാണ്, ഇപ്പോൾ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്, അങ്ങനത്തെ റിലേഷൻ പറയുന്നതാണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ. കിർച്ചോഫ് ലോ അതുപോലെ തന്നെ. കിർച്ചോഫിൻ്റെ രണ്ട് നിയമങ്ങളാണുള്ളത്. ഒരു സർക്യൂട്ടിൽ വൈദ്യുതി പ്രവാഹം, അതായത് കറണ്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ഒരു നിയമമായിട്ടും, അതുപോലെ തന്നെ മൊത്തം വോൾട്ടേജ്, ഒരു സർക്യൂട്ടിലുള്ള മൊത്തം വോൾട്ടേജ് എത്രയായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കിർച്ചോഫിൻ്റെ രണ്ടാമത്തെ നിയമമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓംസ് ലോ എന്താണെന്ന് പറയാം. അപ്പോൾ ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്നിങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിൽ ഒരു ചെറിയ സർക്യൂട്ടിൽ, ഒരു സിമ്പിൾ സർക്യൂട്ടിൽ എങ്ങനെയാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഇൻ എനി ഇലക്ട്രിക്കൽ ക്ലോസ്ഡ് സർക്യൂട്ട് ദ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്ന് പറയേണ്ട കാര്യമില്ല. കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ മാറാതെ, അതായത് താപനില മാറാത്ത സമയത്താണ് എന്നുണ്ടെങ്കിൽ, നമ്മളൊരു സർക്യൂട്ടിൽ ഒരു സ്ഥിര ടെമ്പറേച്ചർ വരുന്ന, താപനില വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടെമ്പറേച്ചറിൽ കൊടുക്കുന്ന വോൾട്ടേജ്, ഒരു സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആ സർക്യൂട്ടിൽ നിർമ്മിക്കപ്പെടുന്ന കറണ്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആവും. അതായത് തിരിച്ചും വേണമെങ്കിൽ പറയാം, കറണ്ട് സർക്യൂട്ടിൽ നിർമ്മിക്കപ്പെടുന്ന കറണ്ട് അപ്ലൈ ചെയ്ത വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആവും. അപ്പോൾ അതാണ് അവിടെ രണ്ടാമതായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്, വി പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റുന്ന ഒരു ഇക്വേഷനാണ് ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത്, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള. ആർ എന്നുള്ള കോൺസ്റ്റൻറ്റ്, ആർ എന്നുള്ള റെസിസ്റ്റൻസ് എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ് വി എന്നുള്ളതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഇവിടെ ഇവിടെ ഒരു തെറ്റുണ്ട്. ഐ പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് ഒരിക്കലും പറയില്ല. ഐ പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അത് ചെറിയൊരു മിസ്റ്റേക്കാണ്. അത് ശ്രദ്ധിക്കേണ്ട. ഫസ്റ്റത്തെ മാത്രം നോക്കിയാൽ മതി. വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ് വരിക. ആ പ്രൊപ്പോർഷണൽ ടു ഐ എന്നുള്ളത് ഈക്വൽ ടു ആക്കി മാറ്റുന്ന സമയത്ത് നമ്മളവിടെ ആർ എന്നുള്ള കോൺസ്റ്റൻ്റ് ഇടും. അപ്പോൾ ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധമാണ്, അല്ലേ? ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ആ കണ്ടക്ടറിനുണ്ട്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചാലകത്തിനുണ്ട്. ആ ചാലകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിരോധം മാറുന്നത്. അപ്പോൾ പ്രതിരോധം എന്നുള്ളത് ആ സർക്യൂട്ടിൽ ലൂടെ ഒഴുകുന്ന കറണ്ടിനെ എന്ത് ചെയ്യാണ്, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അത് ആ കണ്ടക്ടറിൻ്റെ, ആ ചാലകത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ നമ്മൾ എത്ര വോൾട്ടേജ് കൊടുക്കുന്നോ, അതായത് നമ്മൾ എത്ര ശക്തിയിൽ തള്ളുന്നുണ്ടോ അതിനനുസരിച്ച് കറണ്ട് ഒഴുകാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഒരു കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത എന്തുണ്ടായിരിക്കും, പ്രതിരോധം ഉണ്ടായിരിക്കും. പക്ഷെ ആ പ്രതിരോധത്തെ മറികടന്ന് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ വോൾട്ടേജിനെ ഈ ഒരു കറണ്ടിൽ ഇതിലൂടെ ചലിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് എന്താണ് ഈ കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും പ്രതിരോധവും തമ്മിൽ ഈ ഒരു റിലേഷൻ വരുന്നത്, വി സമം ഐ ഇൻറ്റു ആർ എന്നുള്ളത്. അത് കൂടാണ്ട് തന്നെ ഈ ഒരു സമവാക്യത്തിൽ നിന്ന് നമുക്ക് വി സമം ഐ ആർ എന്നും, അതുപോലെ ഐ സമം വി ബൈ ആർ എന്നും, ആർ സമം വി ബൈ ഐ എന്നും മൂന്ന് റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓംസ് ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പോൾ ഓംസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വി ഐ ആർ എന്ന് നമ്മളൊരു ത്രികോണത്തിനകത്ത് ഈ ഒരു പാറ്റേണിൽ എഴുതി കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഇത് എടുക്കുന്ന സമയത്തും വി ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അടിയിലായിട്ട് വി സമം ഐ ഇൻറ്റു ആർ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഐ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഐൻ്റെ സൈഡ് മാത്രം നമ്മൾ ക്ലോസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ബൈ ആർ എന്നുള്ളതായിട്ട് എഴുതാൻ പറ്റും. അതേപോലത്തെ ആറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വി ബൈ ഐ എന്നുള്ളതായിട്ട് എഴുതാനായിട്ടും പറ്റും. അപ്പോൾ ഓംസ് ലോ ട്രയാങ്കിൾ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു റിലേഷൻ വി സമം ഐ ആർ എന്നും
ഐ സമം വി ബൈ ആർ എന്നും ആർ സമം വി ബൈ ഐ എന്നും ഈ 3 റിലേഷൻ ഒറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒരു സിമ്പിൾ സർക്യൂട്ട് നമ്മൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിമ്പിൾ സർക്യൂട്ടിൽ എപ്പോഴും ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന കറണ്ട് ഈ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ്. അത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന് ബാധകമായിട്ടുള്ളതായിരിക്കും ആ കറണ്ട് ഒഴുകുക എന്നുള്ളത്. അത്രയാണ് ഓംസ് ലോ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഓംസ് ലോൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്താണ്, ക്ലോസ് സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം കിർച്ചോഫ് ലോ കൂടെ പറയാം. ഇപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടിൽ എവിടെയെങ്കിലും കണക്ഷൻ വേർവിട്ട് പോയാൽ, അതായത് ഉദ്ദേശിക്കുന്നത് എത്രയാണ്, സർക്യൂട്ട് ഫുള്ളായിട്ട് കണക്റ്റഡ് അല്ല, അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് അവിടെ ഉണ്ടാവുന്നില്ല, അങ്ങനത്തെ സർക്യൂട്ടിനെയാണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുക. അപ്പോൾ ഈ ഓപ്പൺ സർക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു സർക്യൂട്ടിൽ കിട്ടാൻ പോകുന്നത് ഇൻഫിനിറ്റ്ലി ഹൈ റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ആ രണ്ട് കണ്ടക്ടറുകൾ എന്ത് ചെയ്യാണ്, ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ പോകുന്നത് ഇൻഫിനിറ്റ്ലി ഹൈ റെസിസ്റ്റൻസ് ആണ്. കാരണം അവിടെ രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിൽ യോജിപ്പിച്ചിട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര വലിയ റെസിസ്റ്റൻസ് വാല്യൂ ആണ് അവിടെ കിട്ടാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പൺ സർക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സ് വേറിട്ട് നിൽക്കുകയാണെന്നുള്ളത് അറിയാലോ. അപ്പോൾ അങ്ങനെ കണ്ടക്ടേഴ്സ് വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് പറയാനുള്ളത്, ആ കണ്ടക്ടേഴ്സിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് 0 ആയിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൻ്റെ ചിത്രം നിങ്ങൾ നോക്കുക. വി എന്നുള്ള വി എസ് എന്നുള്ള ബാറ്ററീൻ്റെ 2 ടെർമിനൽസിൽ നിന്ന് എന്താണ്, അത് കണക്ഷൻ ഇല്ലാതെ രണ്ടും വേറെ വേറെ കണക്ട് ചെയ്യാതെ മാറ്റിയിട്ട പോലെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുക. സർക്യൂട്ട് ഓപ്പൺ ആണ്. ഇപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ സ്വിച്ച് ഓഫ് ആക്കുന്ന സ്ഥിതിയെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് ബന്ധിപ്പിച്ചിട്ട് പറയാൻ പറ്റും. അതായത് സ്വിച്ച് ഓഫ് ആക്കുക അല്ലെങ്കിൽ കീ ഓപ്പൺ ആക്കുക എന്നുള്ള രീതിയിൽ. കീ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച് പോലത്തെ ഡിവൈസാണ്. അതിലൊരു ചാവി ഉണ്ടാവും. ആ ചാവി ഊരി കഴിഞ്ഞാൽ അത് ഓഫായി, ആ ചാവി ഇട്ട് കഴിഞ്ഞാൽ അത് ഓണായി, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്നുള്ളത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യാണ്, സ്വിച്ച് ഈസ് ഓപ്പൺ അല്ലെങ്കിൽ സ്വിച്ച് ഈസ് ഓഫ് എന്നുള്ള അവസ്ഥയിൽ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഇനി ഷോർട്ട് സർക്യൂട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു DC സർക്യൂട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ബാറ്ററീൻ്റെ 2 ടെർമിനൽസ്, ഒരു പോസിറ്റീവ് ടെർമിനൽസ് ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ 2 ടെർമിനൽസ് തമ്മിൽ കണക്ഷൻ വരികയാണെങ്കിൽ, ഡയറക്റ്റ് കണക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥേനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ AC ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫേസും ന്യൂട്രലും തമ്മിലുള്ള കണക്ഷനാണ്. ഫേസും ന്യൂട്രലും തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ഡിവൈസിലേക്ക് ഫേസും ന്യൂട്രലും കൊടുക്കാറുണ്ട്, പക്ഷേ ഫേസും ന്യൂട്രലും ആ ഡിവൈസിലേക്ക് ചെല്ലുന്നതിന് മുന്നേ തന്നെ എവിടെയെങ്കിലും കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അവസ്ഥേനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ DC സർക്യൂട്ട് ആണെങ്കിൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ VS എന്നുള്ള ബാറ്ററി, VS വോൾട്ട് തരുന്ന ബാറ്ററീൻ്റെ 2 എൻഡുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, കണക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്. വേറെ ഒരു ഭാഗവും അല്ലെങ്കിൽ വേറെ ഒരു ലോഡോ റെസിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും അവിടെ കണക്ഷനിൽ വരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ ഒരു 0 റെസിസ്റ്റൻസ് ആണ്. അതായത് 0 റെസിസ്റ്റൻസ് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഒഴുകുന്ന 0 റെസിസ്റ്റൻസ് ആ ഒരു സർക്യൂട്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം, അതായത് എത്രയോ വലിയ വാല്യൂ കറണ്ട് എന്നുള്ള. കാരണം നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ആണ്. അപ്പോൾ R 0 ആവുന്ന കേസിൽ Iൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ V/0 എന്നാണ്. അപ്പോൾ V/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കറണ്ട് അല്ലെങ്കിൽ മീൻസ് ലാർജ് കറണ്ട് ആയിരിക്കും. കാരണം 1/0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് കറണ്ട് ആയിരിക്കും ആ ഒഴുകുന്നത്. അപ്പോൾ ഇങ്ങനെ ലാർജ് കറണ്ട് ഒഴുകുന്ന സമയത്ത് അവിടെ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ ഡിവൈസുകളൊക്കെ കേട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടം വരുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ്.
അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് തമ്മിൽ കോണ്ടാക്ട് മീൻസ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ വരാണ്ടിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടുകൾ തമ്മിൽ മീൻസ് എന്താണ്, ഇടയിൽ കോണ്ടാക്റ്റ് വരുന്നത്, അതായത് ക്ലോസ് ആയി മാറുന്നത് എന്നുള്ള അവസ്ഥയാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് കിർച്ചോഫ് ലോ ആണ് തുടങ്ങുന്നത്. അപ്പോൾ കിർച്ചോഫ് ലോ പറയുന്നതിൽ ആദ്യമായിട്ടുള്ള കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞാൽ കിർച്ചോഫ് കറണ്ട് ലോയാണ്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരുപാട് വയറുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ജംഗ്ഷൻ കിട്ടും. ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല സ്ഥലത്തേക്കും വയേഴ്സ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്, ചിലപ്പം വയേഴ്സ് നമ്മൾ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ജംഗ്ഷൻ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ പോയിൻ്റ് ഇട്ടിരിക്കുന്ന ഒരു പോയിൻ്റാണ് ജംഗ്ഷൻ. ആ ജംഗ്ഷനിലേക്ക് ഒരുപാട് കറണ്ടുകൾ വരുന്നുണ്ട്. അതായത് I1, I3, I5 എന്നുള്ള ഈ 3 കറണ്ടുകൾ വരുന്നുണ്ട്. I2, I4 എന്നുള്ള 2 കറണ്ടുകൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഒരു ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ജംഗ്ഷനിലുള്ള കറണ്ടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതാണ് കിർച്ചോഫിൻ്റെ കറണ്ട് നിയമം നമുക്ക് പറഞ്ഞു തരുന്നത്. കിർച്ചോഫിൻ്റെ കറണ്ട് നിയമത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെയുണ്ട്. സ്റ്റേറ്റ്സ് ദാറ്റ് കറണ്ട് ഫ്ലോയിങ് ഇൻ എ നോഡ് എന്ന് പറഞ്ഞാൽ തന്നെ ജംഗ്ഷനാണ്, മസ്റ്റ് ബി ഈക്വൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതായത് ഒരു ജംഗ്ഷനിലേക്ക് കടന്നു വരുന്ന കറണ്ടിൻ്റെ അളവ് എത്രയാണോ, ഇപ്പോൾ ഉദാഹരണത്തിന് 3 ബ്രാഞ്ചുകളുണ്ട് ഇവിടെ കടന്നു വരുന്നതായിട്ട്, I1, I3, I5 3 ബ്രാഞ്ചുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബ്രാഞ്ചുകളിൽ കൂടിയും ആ ജംഗ്ഷനിലേക്ക് കടന്നു വരുന്ന കറണ്ടിൻ്റെ അളവ് 10 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ, മൂന്നിൽ കൂടിയാണ് കേട്ടോ, അതായത് I1, I3, I5 എന്നുള്ള 3 ബ്രാഞ്ചുകളും കൂട്ടിയിട്ട് 10 ആംപിയർ കറണ്ട് വരുന്നുണ്ടെങ്കിൽ അതേ 10 ആംപിയർ തന്നെ തിരിച്ചു പോകും. I2, I4 എന്നുള്ള ഈ 2 ബ്രാഞ്ചിലൂടെ അത് തിരിച്ചു പോകും. അതാണ് കിർച്ചോഫ് കറണ്ട് ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിർച്ചോഫ് കറണ്ട് ലോൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം തന്നെ നമുക്ക് പറയാൻ പറ്റും, ആ ജംഗ്ഷനിൽ ഒരു വാല്യൂ ഓഫ് കറണ്ടും ഒറ്റ നിമിഷവും ഉണ്ടാവില്ല. അതായത് ജംഗ്ഷനിലെ കറണ്ടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതാണ് കിർച്ചോഫ് കറണ്ട് ലോ പറയുന്നത്. കിർച്ചോഫ് കറണ്ട് ലോനെ KCL എന്നും അതേപോലെ തന്നെ ജംഗ്ഷൻ റൂൾ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, I1, I3, I5 എന്നുള്ള കടന്നു വരുന്ന കറണ്ട്, അതാണ് മൊത്തം കറണ്ടെങ്കിൽ അത് എന്തിന് തുല്യമായിരിക്കും? I2, I4ൽ നിന്ന് അതിൽ നിന്നും കൂടെ പുറത്തേക്ക് പോകുന്ന കറണ്ടിന് ഈക്വലായിരിക്കും. അതായത് നമ്മൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ I1 - I2 + I3 - I4 + I5 = 0. അതായത് ഒരു ജംഗ്ഷനിൽ വരുന്നതും പോകുന്നതുമായിട്ടുള്ള കറണ്ടുകളുടെ തുക നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 0 ആയിട്ടാണ് കിട്ടുക. കാരണം ജംഗ്ഷനിൽ ഒരിക്കലും കറണ്ട് സ്റ്റേ ചെയ്യുന്നില്ല. കറണ്ട് എത്രയാണോ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് അത് അതുപോലെ തന്നെ ഒഴുകി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്, വേറെ ബ്രാഞ്ചുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് കിർച്ചോഫിൻ്റെ കറണ്ട് നിയമം പറയുന്നത്. അടുത്തതായിട്ട് കിർച്ചോഫിൻ്റെ വോൾട്ടേജ് നിയമമാണ്. വോൾട്ടേജ് നിയമം പറയുമ്പോൾ നമ്മളൊരു ലൂപ്പിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് നമ്മൾ വോൾട്ടേജ് നിയമം പറയുന്നത്. ഈ വോൾട്ടേജ് നിയമം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു സർക്യൂട്ടിൽ എത്ര വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടോ അത്രയും വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യും, അതിൽ ഏതൊക്കെ ഡിവൈസസ് ആണോ കണക്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഡ്രോപ്പ് ആയിട്ട് പോകും. അതായത് ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലയം. ഈ ഒരു വലയം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ VS, R1, R2 എന്നുള്ള ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വോൾട്ടേജ്, നെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതായത് ഒരു ലൂപ്പിനകത്തുള്ള ടോട്ടൽ വോൾട്ടേജ് എപ്പോഴും 0 ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിക്കാം. കിർച്ചോഫ് വോൾട്ടേജ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ക്ലോസ്ഡ് ലൂപ്സ് സീരീസ് പാത്ത്, ഒരു സീരീസ് പാത്തിനകത്ത് ആൽജിബ്രൈക് സം ഓഫ് ഓൾ ദ വോൾട്ടേജസ് അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ്, ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ വരുന്ന ഏത് വോൾട്ടേജ് ഡ്രോപ്പുകളെ നമ്മൾ കൺസിഡർ ചെയ്താലും അതിൻ്റെയൊക്കെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എങ്ങനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് കറണ്ട് ഒഴുകുന്നതായിട്ടാണ് എപ്പോഴും വരയ്ക്കുന്നത്.
സാധാരണയായിട്ട് വരയ്ക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇവിടെ വി എസിൽ നിന്ന് കറണ്ട് I1 ഒഴുകി പുറത്ത് വരുന്നുണ്ട്, R1ലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ R1ലേക്ക് കയറുന്ന ദിശേനെ നമ്മൾ പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഒരു വോൾട്ടേജ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു താഴത്തെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ വി എസ് എന്നുള്ളതിനോട് കൂടെ IR1 എന്നുള്ള ഈ സംഗതി മൈനസ് ആണ് ചെയ്യുന്നത്. അതായത് IR1 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ V സമം IR എന്നുള്ള ഓംസ് ലോ പ്രകാരം V സമം IR. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഒന്നിൻ്റെ മുകളിലുള്ള വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ കറണ്ട് ഇൻറ്റു R ചെയ്താൽ മതി, റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് IR1 എന്നുള്ളത് എഴുതിയുള്ളത്. അപ്പോൾ IR1 എന്നുള്ളത് അവിടെ എന്താണ്, ഒരു നഷ്ടമാണ്. അതുകൊണ്ടാണ് അവിടെ മൈനസ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ മൊത്തം വോൾട്ടേജിൽ നിന്ന് IR1 എന്നുള്ള ഒരു വോൾട്ടേജ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. IR2 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ട്, അതും ഒരു നഷ്ടമാണ്. അത് നഷ്ടമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷനും നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പിൻ്റെ ഡയറക്ഷനും ഒരുപോലെ ആയാൽ മാത്രമാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനും നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു വലയത്തിൻ്റെ ഡയറക്ഷനും ഒരേതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ലിൽ നിന്നുള്ള വോൾട്ടേജ് ഇവിടെ ഒരു ചെറുതായിട്ട് കുറയുന്നുണ്ട്, പിന്നെയും ഇവിടെയും കുറയുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് സെല്ലിൽ VS എത്രയാണോ ആ VS തന്നെ എന്താണ് ഇവിടെ IR1 എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കുറവും IR2 എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കുറവും വരുന്നുണ്ട്. അതായത് മൊത്തം വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR1 പ്ലസ് IR2 എന്നുള്ളതിന് തുല്യമായിരിക്കും. അതായത് ഇത് ഇപ്പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, VS മൈനസ് IR1 മൈനസ് IR2 സമം 0 എന്നുള്ളതാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ഷനൊക്കെ ആയിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇനി ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത്രയാണ്, വോൾട്ടേജ് മൈനസ് ആണോ, അതായത് ഇപ്പോൾ ഈ IR1 എന്നുള്ളത് നെഗറ്റീവായിട്ടാണോ എഴുതേണ്ടത് പോസിറ്റീവായിട്ടാണോ എഴുതേണ്ടത് എന്നുള്ളത് ഒരു സർക്യൂട്ടിൽ തന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എഴുതേണ്ടത് എന്നുള്ളത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ദിശ അനുസരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ വോൾട്ടേജിൻ്റെ VS എന്നുള്ളത് നമ്മൾ പ്ലസ് ആയിട്ടാണ് എഴുതുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ കറണ്ടിൻ്റെ ഒഴുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ് VS എന്നുള്ള വോൾട്ടേജ് ബാറ്ററിയിൽ കറണ്ടിൻ്റെ ഒഴുക്ക് വരുന്നത്, മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക്. അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് പ്ലസ് മീൻസ് അവിടെയുള്ള വോൾട്ടേജിൻ്റെ അളവ് VS എന്നുള്ളത് പ്ലസ് ആയിട്ടാണ് എഴുതേണ്ടത്. ഇനി ഇവിടെ രണ്ടാമത്തെ R1 എന്നുള്ള റെസിസ്റ്റൻസിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് എന്താണ്, പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തിരിച്ച്, അതായത് മൈനസ് ചേർത്തിട്ട് വേണം എഴുതാനായിട്ട്. മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ നമ്മൾ അത് പോസിറ്റീവായിട്ട് തന്നെ നേരെ എടുത്ത് എഴുതാം. പക്ഷേ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് കറണ്ട് ഒഴുകുന്നതായിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന ലൂപ്പിലുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ആക്കിയിട്ട് എഴുതണം. അത് ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്ലസ് വന്നതെന്നുള്ളത്, ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ എന്തായാലും പ്ലസ് ആയിരിക്കും. അതുപോലെ തന്നെ R2 എന്നുള്ള ഇതും R2വിൻ്റെ ഈ സൈഡും ബാറ്ററീൻ്റെ പോസിറ്റീവായിട്ട് സീരീസിൽ കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും പ്ലസ് ആണ്. അപ്പോൾ ഈ പ്ലസ് ആവുന്നതും മൈനസ് ആവുന്നതും എങ്ങനെയാണെന്ന് വരുന്നതെന്നുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആക്കാവുന്നതാണ്. തൽക്കാലം വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്, കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു സർക്യൂട്ടിനകത്ത്, ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ആൽജിബ്രൈക് സം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 0 ആയിരിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൽജിബ്രൈക് സം എന്ന് പറഞ്ഞാലാണ് ഈ ഡയറക്ഷനൊക്കെ നോക്കിയിട്ടുള്ളത്, അപ്പോഴാണ് ഈ മൈനസും പ്ലസും വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി KVLനെ നമ്മൾ ലൂപ്പ് റൂൾ എന്നും കൂടി പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് കറണ്ട് വരുന്നത് എന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക,
ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കുന്നത്, പൊളാരിറ്റി എങ്ങനെ എടുക്കുന്നുണ്ട്, ആ രണ്ട് കാര്യങ്ങളാണ് ഈ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇപ്പോൾ ഈ ലൂപ്പ് എടുത്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ആണ് അല്ലേ, അതായത് ക്ലോക്കിൽ സൂചി തിരിയുന്ന ദിശയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ആ ഒരു സർക്കിളിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയല്ല തിരിച്ചും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ തിരിച്ചെടുക്കുന്ന സമയത്തും നമ്മൾ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരും, പക്ഷേ അവസാനം ഇത് തന്നെയാണ് കിട്ടുക. VS സമം IR1 പ്ലസ് IR2 എന്നുള്ള സമവാക്യം തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മൾ ആദ്യം എഴുതുന്നതിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും, കാരണം മൈനസ് സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉണ്ടാവും. അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി സീരീസ് സർക്യൂട്ടും പാരലൽ സർക്യൂട്ടുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എലമെൻറ്റ് ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയുക. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ റെസിസ്റ്റൻസിൻ്റെയാണ് പഠിക്കുന്നത്. റെസിസ്റ്റൻസിൻ്റെ സീരീസ് സർക്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ റെസിസ്റ്റൻസ് R1 R2 R3 R4 എന്നുള്ളത് ഒരു ശൃംഖല പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു ഉപകരണം സീരീസിൽ കണക്ട് ചെയ്താലും ആ ഉപകരണങ്ങളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്, R1 R2 R3 സർക്യൂട്ടല്ല, ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു ചെയിന് പോലെ വരച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സീരീസ് സർക്യൂട്ട് ആവുന്ന സമയത്ത് ഈ ഓരോ റെസിസ്റ്റൻസിലൂടെയും ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് ഒരേ അളവായിരിക്കും. പക്ഷേ ഇവരിലെല്ലാവരിലും വ്യത്യസ്ത വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയും ചെയ്യും. കാരണം R1 R2 R3 എന്നുള്ളതിലൂടെ ഒരേ കറണ്ട് ഒഴുകിയാലും ഈ റെസിസ്റ്റൻസ് ഒക്കെ മാറ്റമുള്ളതുകൊണ്ട്, വ്യത്യസ്ത റെസിസ്റ്റൻസുകളായതുകൊണ്ട് I എന്നുള്ള കറണ്ടാണ് ഇവയിലൂടെ ഒഴുകുന്നതെങ്കിൽ IR1 എന്നുള്ള ഡ്രോപ്പ് ആയിരിക്കും ആദ്യത്തേൽ ഉണ്ടാവുക, IR2 എന്നുള്ള ഡ്രോപ്പ് രണ്ടാമത്തേൽ, അങ്ങനെ ഓരോന്നിലും വ്യത്യസ്ത വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സീരീസ് സർക്യൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. നമ്മൾ മൊത്തമായിട്ടൊരു വോൾട്ടേജ് സപ്ലൈ ചെയ്താലും അവർക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതായത് സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ അതിലൂടെ ഒഴുകുന്ന കറണ്ട്, ഓരോ കമ്പോണൻറ്റിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും എന്നാണ് സീരീസ് സർക്യൂട്ടിൻ്റെ പറയുന്നത്. ഇനി ഈ സീരീസ് സർക്യൂട്ടിന് ഇപ്പോൾ R1 R2 R3 R4 എന്നുള്ള ഈ മൊത്തം റെസിസ്റ്റൻസിനെ മാറ്റി നമ്മളൊരു R എന്നുള്ള R ഇക്വലൻ്റ് ആയിട്ടുള്ള ഇതിന് തുല്യമായിട്ട് വരുന്ന റെസിസ്റ്റൻസ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, R ഇക്വലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും അളവ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കുമോ അത്രയും വലിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 എന്നുള്ള മൊത്തം വാല്യൂ ആയിരിക്കും നമ്മളവിടെ ഈ 4 റെസിസ്റ്റൻസിന് പകരം നമ്മൾ ഒരു റെസിസ്റ്റൻസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വെക്കാനുള്ളത്. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് കറണ്ട് സർക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്, ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സീരീസ് സർക്യൂട്ടിലെ ഏറ്റവും വലിയ റെസിസ്റ്റൻസിനേക്കാളും വലിയ വാല്യൂവിലുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരിക. കാരണം ഇതെല്ലാം കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വലുതായിട്ട് ചൂസ് ചെയ്താലും അതിനേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും നമ്മൾ ഇക്വലൻ്റ് ആയിട്ട്, അതായത് ഇവരെ 4 പേരെയും ഒഴിവാക്കി വേറെ ഒന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൊടുക്കേണ്ടത് അതിനേക്കാളും വലിയൊരു റെസിസ്റ്റൻസ് ആണ്. അത് കണക്കാക്കാനുള്ള ഇക്വേഷനാണ് R ഇക്വലൻ്റ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 എന്നുള്ളതായിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി അതുപോലെ പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 R2 R3 R4 എന്നുള്ള റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തിട്ടുള്ള രീതി ശ്രദ്ധിക്കുക. എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അവർ എല്ലാം ഒരേ പോയിന്റിൽ AB എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്, ആ 2 പോയിന്റിന് അക്രോസ് ആയിട്ടാണ് എല്ലാ റെസിസ്റ്റൻസുകളും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ AB എന്ന് പറയുന്ന പോയിന്റിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ അതേ വോൾട്ടേജ് തന്നെയായിരിക്കും ഈ എല്ലാ റെസിസ്റ്റൻസിനും കിട്ടുന്നത്. അതായത് പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സർക്യൂട്ടാണ്. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ സംഗതിയാണ് പാരലൽ സർക്യൂട്ട് എന്നുള്ളത്. അപ്പോൾ അതായത് സ്വിച്ച് ബൾബ് സെപ്പറേറ്റ് ആയിട്ട് ഓൺ ചെയ്യാൻ, ഫാൻ സെപ്പറേറ്റ് ആയിട്ട് ഓൺ ചെയ്യാൻ, അതൊക്കെ നമ്മൾ ഈ പാരലൽ സർക്യൂട്ടിലൂടെയാണ് നമ്മൾ സ്വായത്തമാക്കുന്നത്. അപ്പോൾ ഇനി ഈ പാരലൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സർക്യൂട്ടാണ്. ഇപ്പോൾ ഈ ഓരോ റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുള്ള ഒരൊറ്റ പോയിന്റിലാണ്, ഈ മുകളിലും താഴെയും കാണിച്ചിട്ടുള്ള 2 പോയിന്റ് ഉണ്ട്, ആ 2 പോയിന്റിലാണ് ഈ എല്ലാ റെസിസ്റ്റൻസും കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള വോൾട്ടേജിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. അതായത് R1-ന് ഇടയിലും R2-ന് ഇടയിലും R3-ക്കും R4-നും ഒക്കെ സെയിം വോൾട്ടേജ് ആണ് വരുന്നത്.
അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്താണ്, പാരലൽ സർക്യൂട്ടിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സർക്യൂട്ട് എന്ന് വിളിക്കും. പക്ഷേ ഓരോ ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരേ വോൾട്ടേജാണ് കൊടുക്കുന്നതെങ്കിലും ഈ എ ബി എന്ന് മാർക്ക് ചെയ്തില്ല, പക്ഷേ അങ്ങനെ ഒന്ന് ഊഹിക്കുക. എന്താണ്, ഈ മുകളിലത്തെ പോയിൻറ്റും ഈ താഴെ കാണിച്ചിരിക്കുന്ന പോയിൻറ്റും റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിലൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് R1 എന്നുള്ള ഒരു വഴിയുണ്ട്, R2 എന്നുള്ള വഴി, R3 എന്നുള്ള വഴി, R4 എന്നുള്ള വഴി. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് കറണ്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 വഴിയിലൂടെയും കറണ്ടിന് ഒഴുകി പിന്നെ താഴെ ഈ ജംഗ്ഷൻ പോയിന്റിലേക്ക് വരാം. അപ്പോൾ കറണ്ടിൻ ഒഴുകുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഈ വഴിയിലുള്ള പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ കുറച്ച് ആളുകൾ ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു വെള്ളമാണ് ഒഴുകുന്നത് വെച്ചാൽ വെള്ളം ഒഴുകി വരുന്നത് ഈ 4 വഴിയിലൂടെയും ഒഴുകി പോവാം. പക്ഷെ 4 വഴിയിലൂടെയുമുള്ള പ്രതിരോധം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലൂടെ എത്ര അളവ് വെള്ളം ഒഴുകിപ്പോയി എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ എത്രയാണ് പ്രതിരോധം, R1, R2, R3, R4 എന്നുള്ളതിൻ്റെ പ്രതിരോധത്തിൻ്റെ അളവിനനുസരിച്ചാണ് അതിലൂടെ ഒഴുകുന്ന കറണ്ടുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പാരലൽ സർക്യൂട്ട് ആവുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജും അതിലുള്ള ഓരോ കമ്പോണൻറ്റിലൂടെയും പ്രത്യേകം കറണ്ടുമായിരിക്കും പോകുന്നത്. ആ കറണ്ടിൻ്റെ അളവ് നിശ്ചയിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എത്രത്തോളം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അവിടെ ഉണ്ട്, അതായത് എത്രത്തോളം പ്രതിരോധം തീർക്കാൻ കഴിയുന്നുണ്ട് ആ സർക്യൂട്ടിൽ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കറണ്ടിൻ്റെ അളവ് എത്രയാണെന്ന് വരുന്നത്. ഇനിയിപ്പോൾ ഈ 4 റെസിസ്റ്റൻസിനെ മാറ്റി നമ്മൾ ഈ 2 പോയിൻറ്റിനനുസരിച്ച് അക്രോസ് ആയിട്ട് വേറൊരു പുതിയ റെസിസ്റ്റൻസ് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് 1/R ഇക്വലൻ്റ്. R ഇക്വലൻ്റ് എന്നുള്ള ഒരു പുതിയ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ 1/R ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ 1/R1 + 1/R2 + 1/R3 + 1/R4 എന്നുള്ള സമവാക്യമാണ്. ഈ സമവാക്യം ഒന്ന് പൂരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഒരു പുതിയ റെസിസ്റ്റൻസ് എത്രയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. ഇനി ഈ റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ സർക്യൂട്ടിൽ കാണുന്ന ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് R1, R2, R3, R4 എന്നുള്ളതിൻ്റെ അതിലേറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഏതാണോ അതിലും താഴെയായിരിക്കും ഈ പാരലൽ സർക്യൂട്ടിലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്നുള്ളത്. നേരത്തെ നമ്മൾ സീരീസ് സർക്യൂട്ടിൽ പറഞ്ഞത് ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ റെസിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ്. പാരലൽ സർക്യൂട്ടിൽ പറയുന്നത് ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും, ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും താഴെയായിരിക്കും എന്നുള്ളതാണ്. ഇനി പവർ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ള ആ ഒരു ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പവർ സാധാരണ ഒരു ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു പവർ, W പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ള രീതിയിലാണ്. അതിന് നമുക്ക് VI എന്നുള്ളതിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ഓംസ് ലോയിൽ നമ്മൾ വിക്കും ഐക്കും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഓംസ് ലോ ഉപയോഗിച്ച് V എന്നുള്ളത് IR എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പവറിന് I²R എന്ന് മാറ്റി എഴുതാം. അതേപോലെ പവറിന് Iക്ക് പകരം V/R എഴുതി കഴിഞ്ഞാൽ V²/R എന്ന് മാറ്റി എഴുതാം. ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം. ഓക്കെ, താങ്ക് യു.